ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നല്ല അടിപൊളി ഒരു സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ. മലയാളികൾക്ക് പൊറോട്ടയും ബീഫും എന്നൊക്കെ പറയും പോലെ തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. ബേക്കറിയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ഇത് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഈ വീഡിയോ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ മുഴുവനും കാണുക കേട്ടോ. ഈ വീഡിയോ കാണുന്ന സമയം നിങ്ങൾക്ക് ഒട്ടും തന്നെ വേസ്റ്റ് ആവില്ല. അപ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൈദാമാവാണ്. 2 കപ്പ് മൈദ വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് തയ്യാറാക്കുന്നത്. മൈദ നല്ല ക്വാളിറ്റിയുള്ള ബ്രാൻഡഡ് ആയിട്ടുള്ള മൈദ തന്നെ വേണം യൂസ് ചെയ്യാനായിട്ട്. ലൂസായിട്ട് കിട്ടുന്ന മൈദ വെച്ചിട്ടൊന്നും തയ്യാറാക്കരുത്, അത്രയും പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല കേട്ടോ. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഡാൽഡ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഡാൽഡ ഇല്ലെങ്കിൽ ഓയിൽ അല്ലാന്നുണ്ടെങ്കിൽ മെൽറ്റ് ചെയ്ത ബട്ടർ ആണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി. ഡാൽഡ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല കറക്റ്റ് ടേസ്റ്റ് തന്നെയാണ്. നമ്മൾ ബേക്കറിയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ആ പെർഫെക്റ്റ് ടേസ്റ്റ് തന്നെയാണ് കേട്ടോ കിട്ടുന്നത്. ഡാൽഡ ഉണ്ടെങ്കിൽ നിങ്ങൾ ഡാൽഡ തന്നെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് പുട്ടിനൊക്കെ പൊടി നനയ്ക്കുന്ന രീതിക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കണം. ഈ സമയത്ത് വെള്ളം ചേർക്കരുത്. പൊടിയെല്ലാം നന്നായിട്ട് ഉതിർന്ന് പുട്ടിൻ്റെയൊക്കെ ആ ഒരു പാകത്തിന് കൂട്ടി പിടിക്കുമ്പം ഇങ്ങനെ ഒന്ന് കട്ട പോലെ തന്നെ ആ ഒരു സമയത്ത് അത് പൊടിച്ചിടുമ്പോൾ പൊടിഞ്ഞു പോകുന്ന ആ ഒരു പാകത്തിന് ആക്കിയെടുത്തതിന് ശേഷം വേണം നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പോൾ വെള്ളം ചേർക്കുമ്പോഴാണേലും ഒരുപാട് വെള്ളം ചേർക്കരുത്. കുറച്ച് കുറച്ചായിട്ട് തളിച്ചു കൊടുത്തിട്ട് വേണം മാവ് കുഴച്ചെടുക്കാനായിട്ട്. ഒരുപാട് ലൂസും ആവരുത്, എന്നാൽ ഒരുപാട് ടൈറ്റും ആവരുത്. മാവ് അത്യാവശ്യം നല്ല സോഫ്റ്റ് ആവണം. എന്നാൽ വെള്ളത്തിൻ്റെ അളവ് കുറച്ച് നോക്കിയിട്ട് ഒഴിച്ചു കൊടുത്ത് ഇതേ ഒരു രീതിക്ക് വേണം കുഴച്ചെടുക്കാനായിട്ട്. നമ്മൾ കൈയുടെ ബാക്ക് സൈഡൊക്കെ വെച്ചിട്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കുമ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു രീതിക്ക് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഇത് കണ്ടില്ലേ, മാവ് ഒരുപാട് ലൂസും അല്ല, എന്നാൽ ഒരുപാട് അങ്ങോട്ട് ഹാർഡും അല്ലാത്ത രീതിയിലാണ്. ഈ ഒരു രീതിക്ക് വേണം മാവ് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഇതൊരു ബോൾ പോലെ ആക്കിയിട്ട് ഇതിലേക്ക് ഇത്തിരി ഓയിലൊന്ന് തടവി മുകളിൽ തടവിയിട്ട് നമുക്ക് അടച്ച് മാറ്റി വയ്ക്കാം. ആ സമയം കൊണ്ട് ഇതിൻ്റെ മസാല ഒന്ന് തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ ഇത് കുറച്ച് നേരം ഇവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചേക്കാം. മസാല തയ്യാറാക്കാനായിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും മീഡിയം സൈസ് 3 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. ഈ സമയത്ത് ഇതിലേക്ക് മസാലയിലേക്ക് പാകത്തിനുള്ള അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള ഒരുപാട് അങ്ങോട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അത്യാവശ്യം നന്നായിട്ട് സോഫ്റ്റായി വന്നാൽ മതി. സവാള ഒന്ന് ചെറുതായിട്ട് വാടി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഒരുപാടൊന്നും വേണ്ട, ഏകദേശം 2 കൂടി 1 ടീസ്പൂൺ അളവ് വന്നാൽ മതി കേട്ടോ. ഒന്ന് മിക്സാക്കി കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു പച്ചമുളക് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെയൊക്കെ ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറട്ടെ. ഈ സമയത്ത് ഇതിലേക്ക് 1 തണ്ട് കറിവേപ്പില ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഒന്നിട്ട് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. മഞ്ഞൾപ്പൊടിയുടെ ആ പച്ച ടേസ്റ്റ് ഒന്ന് മാറിക്കോട്ടെ. മഞ്ഞൾപ്പൊടി നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളകിൻ്റെ അളവ് കുറച്ചിട്ട് എരിവുള്ള മുളക് പൊടി വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ ലാസ്റ്റ് ഇതിലേക്ക് ഇത്തിരി 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു കളറിന് വേണ്ടിയിട്ട് മാത്രമാണ്, ഒട്ടും എരിവില്ലാത്ത മുളക് പൊടിയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തത്. നന്നായിട്ടൊന്ന് മിക്സാക്കി ഈ പൊടികളുടെ പച്ച ടേസ്റ്റ് ഒന്ന് മാറട്ടെ. അപ്പോൾ നന്നായിട്ട് പച്ച ടേസ്റ്റൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയപ്പോൾ ഇത്തിരി ഉപ്പും കുരുമുളകും ഗരം മസാലയുടെ ഒക്കെ ഇത്തിരി കുറവുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ സമയത്ത് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കുക. എന്തെങ്കിലുമൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് അതിൻ്റെ ആ പച്ച ടേസ്റ്റ് മാറിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഫ്രഷ് ആയിട്ടുള്ള മല്ലിയില വേണം നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. മല്ലിയില നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി. നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് 1 നുള്ളു പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്യുക കേട്ടോ. അപ്പോൾ പഞ്ചസാരയൊക്കെ ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റാണ്. ഇനി ഇതിലേക്ക് ഒരു മിക്സ് തയ്യാറാക്കി എടുക്കണം. അതിനായിട്ട് ചെറിയൊരു ബൗളിലേക്ക് 2 വലിയ ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ബട്ടറാണ് കേട്ടോ. ഇത് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് കട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. ബട്ടറിന് പകരം സൺഫ്ലവർ ഓയിൽ വേണമെങ്കിൽ എടുക്കാം, വെളിച്ചെണ്ണ എടുക്കരുത്. ഇത് നന്നായിട്ട് മിക്സ് ആവാൻ എത്ര ഓയിലാണോ വേണ്ടത് അതനുസരിച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ആക്കി എടുത്താൽ മതി. ഇത് ശരിക്കും ഒരു കണ്ടൻസ് മിൽക്കിൻ്റെ ഒക്കെ ആ ഒരു രീതിയിലാണ് ഉണ്ടാവുക. അതേ ഒരു കളറും അതേപോലത്തെ ക്രീമി ആയിട്ട് വേണം ഇത് ഉണ്ടാക്കി എടുക്കാനായിട്ട് കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു പാകം. ഇതൊരു സൈഡിലേക്ക് ഇരിക്കട്ടെ. ഇനി നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള മാവ് ഇപ്പം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഒന്നും കൂടെ കൈവച്ചിട്ട് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുക. ഒരുപാടൊന്നും കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്തിട്ട് ഇത് നമുക്ക് ചപ്പാത്തിയുടെ പരുവത്തിൽ ബോളാക്കി എടുക്കാം. നിങ്ങൾക്ക് എത്ര വലിപ്പമാണോ വേണ്ടത് അതനുസരിച്ച് ഉരുട്ടിയെടുത്താൽ മതി. അപ്പം ഉരുട്ടിയെടുത്ത ഓരോ ബോളും നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കണം കേട്ടോ. ഇപ്പോൾ ചപ്പാത്തിയൊക്കെ പരത്തിയെടുക്കുന്നത് പോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കുക. ഒരുപാട് അങ്ങോട്ട് കനം കുറച്ചിട്ടും പരത്തണ്ട, എന്നാൽ നല്ല കട്ടിക്കും അല്ലാത്ത രീതിയിൽ വേണം പരത്തിയെടുക്കാനായിട്ട്.
ഇപ്പോൾ ഇതാ ഞാനിത് ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഷേപ്പുള്ള ഒരു പാത്രം വെച്ചിട്ട് ഒന്ന് മുറിച്ചെടുക്കുകയാണ് കേട്ടോ. മുറിച്ചെടുക്കണം എന്ന് നിർബന്ധമൊന്നുമില്ല, നമുക്ക് ഒരേ ഷേപ്പിൽ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ഒരു രീതിക്ക് ഞാൻ മുറിച്ചെടുക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ ചപ്പാത്തിയും നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കണം. അപ്പോൾ ഇതേ ഷേപ്പിൽ തന്നെ പരത്തിയെടുക്കുകയാണെങ്കിൽ നമ്മൾ വീണ്ടും ഇത് ഒന്നുകൂടി ഒന്ന് പരത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരേ ഷേപ്പിലാകുമ്പോൾ നല്ല കറക്റ്റായിട്ട് നമുക്കത് പരത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനി ഒരു സൈഡിലേക്ക് വെച്ചിട്ട് ആദ്യം ഇതിൽ നിന്ന് ഒരു ചപ്പാത്തി മാത്രം ഇതുപോലെ എടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ആക്കി വെച്ചിട്ടുള്ള നമ്മുടെ മിക്സ് ഉണ്ടല്ലോ, കോൺഫ്ലവറും ബട്ടറും കൂടെ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മിക്സ്. നിങ്ങൾ ബട്ടറിന് പകരം ഓയിൽ വേണമെങ്കിൽ എടുക്കാം കേട്ടോ, അത് ഞാൻ വീണ്ടും ഒന്നും കൂടെ പറഞ്ഞതേ ഉള്ളൂ. എന്നിട്ട് നന്നായിട്ട് ഇതിലേക്ക് നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിൽ നമ്മൾ പൊടി വിതറേണ്ട ആവശ്യമൊന്നുമില്ല, മൈദ വിതറേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. വീണ്ടും അടുത്ത ചപ്പാത്തി ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇപ്പം ഇങ്ങനെ എത്ര ലെയർ വേണമെങ്കിലും നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാനിതൊരു 2 സെറ്റായിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ എനിക്കൊരു 12 എണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 6 വീതമാണ് ഞാനിത് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഓരോ ചപ്പാത്തി നമ്മൾ വെച്ച് കൊടുക്കുമ്പോഴും അതിൻ്റെ അടിയിൽ ഒട്ടും തന്നെ എയറില്ലാത്ത വിധത്തിൽ വേണം ചപ്പാത്തി വെച്ച് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. എന്നിട്ട് നന്നായിട്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മിക്സ് വെച്ച് കൊടുക്കുക. വീണ്ടും ഇതുപോലെ ചപ്പാത്തി വെക്കുക. ഏറ്റവും ടോപ്പിലായിട്ട് വെക്കുന്ന ചപ്പാത്തിയിൽ നമ്മൾ ഈ മിക്സ് തേക്കുന്നില്ല കേട്ടോ. അപ്പോൾ ആ ഒരു രീതിക്ക് ഇപ്പോൾ എല്ലാം തയ്യാറാക്കി എടുക്കുക. അപ്പോൾ ഞാനിവിടെ രണ്ടും ഈ ഒരു രീതിക്ക് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏറ്റവും ടോപ്പിലായിട്ടുള്ളതിൽ നമ്മൾ ഒന്നും തേക്കേണ്ട ആവശ്യമില്ല. ഇത് രണ്ടും കൂടെ ഒരുമിച്ച് വേണമെങ്കിലും നമുക്ക് പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ 2 സെറ്റായിട്ട് എടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ രണ്ടും ഒരുമിച്ചിട്ടാകുമ്പോൾ കുറേ അധികം ലെയർ ഉണ്ടാവും. ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ പൊടി വിതറേണ്ട ആവശ്യമൊന്നുമില്ല, നന്നായിട്ട് പരത്തിയെടുക്കാം. വളരെ ഈസി ആയിട്ട് ഇത് പരത്തിയെടുക്കാം കേട്ടോ. നല്ല സിമ്പിളായിട്ട് നമുക്ക് പരത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എത്രത്തോളം കനം കുറച്ച് പരത്താൻ പറ്റുമോ അത്രയും തന്നെ കനം കുറച്ച് പരത്തുക, നല്ല വലിപ്പത്തിൽ തന്നെ പരത്തിയെടുക്കുക. അപ്പോൾ ഞാനിതിവിടെ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സൈഡൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് നല്ല ഷേപ്പ് ആക്കി എടുക്കാം. അപ്പോൾ ഇതൊരു സ്ക്വയർ രൂപത്തിൽ വേണം നമുക്കിത് കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ അധികമുള്ള മാവ് കളയൊന്നും വേണ്ട, ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് സോസ് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ മധുരമൊന്നും കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക്, അല്ലെങ്കിൽ പപ്സ് ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല. എന്നാലും അങ്ങനെയുള്ളവർക്കൊക്കെ ആണെങ്കിലും ഇത് നല്ല ക്രഞ്ചി ആയിട്ട് നമുക്ക് പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇത് 4 പീസായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓരോ ഷീറ്റും ഇത് ഓരോന്നും പപ്സിൻ്റെ ഓരോ ഷീറ്റാണ് കേട്ടോ. ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയാൽ ഇതിനകത്ത് നന്നായിട്ട് ലെയർ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ലെയർ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ മുട്ടയും കൂടെ പുഴുങ്ങിയെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതുപോലെ ഓരോ ഷീറ്റ് എടുക്കുക, അതിലേക്ക് ആവശ്യത്തിനുള്ള മസാല മിക്സ് വെച്ച് കൊടുക്കുക, ഉള്ളി മസാല വെച്ച് കൊടുക്കുക കേട്ടോ. അതിൻ്റെ മുകളിലായിട്ട് ഒരു കഷ്ണം മുട്ട പുഴുങ്ങിയതിൻ്റെ പീസും കൂടെ വെച്ച് കൊടുക്കുക. ഇനി ഇത്തിരി മൈദ ഇതുപോലെ ഒന്ന് കലക്കി എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ മൈദ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിക്ക് തന്നെ കലക്കി എടുത്തിട്ടുള്ളതാണ് കേട്ടോ. ഇത് സൈഡിലെ എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണം. എന്നിട്ട് ഇത് നല്ല രീതിക്ക് തന്നെ ഒട്ടിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ സൈഡൊക്കെ നന്നായിട്ട് ഒട്ടും ഗ്യാപ്പില്ലാത്ത രീതിയിൽ വേണം ഒട്ടിച്ചെടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എണ്ണയിലേക്ക് ഇടുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല സീൽ ചെയ്യുന്ന രീതിയിൽ ഇത് നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. ഇതായ രീതിക്ക് വേണം ഒട്ടിച്ചെടുക്കാനായിട്ട്. ഇപ്പം തന്നെ ഇതിൻ്റെ ആ സൈഡൊക്കെ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ലെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ 6 എണ്ണവും തയ്യാറാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ബാക്കി ഞാൻ ഷീറ്റ് ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. മൊത്തത്തിൽ ഒരുമിച്ച് ഉണ്ടാക്കി എടുക്കാറില്ല. പിന്നെ ഇത് നമുക്ക് ഫ്രൈ ആക്കി എടുക്കാം. ഇപ്പോൾ ഫ്രൈ ചെയ്യാനുള്ള ഓയിൽ ഞാനിവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഓയിലിന് ഒരുപാട് ചൂടും ആവരുത്, എന്നാൽ ഒട്ടും ചൂടില്ലാണ്ടും ആവരുത് കേട്ടോ. മീഡിയം ചൂടാവുന്ന സമയത്ത് വേണം ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള പപ്സ് ഇട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് ഒരു സൈഡ് ഇതുപോലെ ചെറുതായിട്ട് പൊങ്ങി വരുന്ന സമയത്ത് ഒരു സ്പൂൺ കൊണ്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ എണ്ണയൊന്ന് ആക്കി കൊടുക്കണം കേട്ടോ. എന്നിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അതേപോലെ തിരിച്ച് മറിച്ചൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. അപ്പോൾ 2 സൈഡും ഒരു ചെറിയ കളർ മാറ്റം വരുന്ന സമയത്ത് തീ നന്നായിട്ടൊന്ന് കുറച്ച് കൊടുത്തിട്ട്, അതിൻ്റെ ഉള്ളിലെ ലെയറൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് കുറച്ച് കൊടുത്തിട്ട് നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക കേട്ടോ. ഈ ഒരു രീതിക്ക് എണ്ണയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഫ്ലെയിം ഒരു ഇത്തിരി കൂട്ടി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം. അപ്പോൾ എണ്ണയൊന്നും ഉള്ളിൽ കുടിക്കാത്ത നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളി ഒരു പപ്സാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, മസ്റ്റായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും. ബേക്കറിയിൽ നിന്നൊക്കെ കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ആ കറക്റ്റ് ടെക്സ്ചർ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഒട്ടും എണ്ണ കുടിച്ചിട്ടില്ല, നല്ല ക്രിസ്പി ആയിട്ടുള്ള പപ്സാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, നല്ല അടിപൊളി റെസിപ്പിയാണ്. പപ്സ് ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല. ഇനി മുട്ട കഴിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ വെജിറ്റബിളിൻ്റെ മിക്സ് ഉണ്ടാക്കിയിട്ട് ഇതേപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്, ബേക്കറിയിൽ നിന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാനും മാക്സിമം വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ.
അതുപോലെ തന്നെ ഉറപ്പായിട്ടും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുന്ന കാര്യം കൂടെ മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ എന്തായാലും എന്നത്തെയും പോലെ നല്ല നല്ല റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.